നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഓണർ ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ക്ലൈമറ്റ് ഡിസ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. ക്ലൈമറ്റ് ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന വൈകാരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിനെയാണ് ക്ലൈമറ്റ് ഡിസ്ട്രെസ് എന്ന് ബേസിക്കലി പറയുന്നത്. ഇതിന് വേറൊരു പേര് ക്ലൈമറ്റ് ആങ്സൈറ്റി അല്ലെങ്കിൽ എക്കോ ആങ്സൈറ്റി എന്നും നമ്മളിതിനെ പറയും. അപ്പോൾ ഇത് കാലാവസ്ഥയെ ഫ്യൂച്ചർ ക്ലൈമറ്റിനെ കുറിച്ചിട്ടുണ്ടാകുന്ന അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്, കാലാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ളൊരു ഉത്കണ്ഠ എന്നാണ് ഇതിൽ ബേസിക്കലി ക്ലൈമറ്റ് ഡിസ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോയിങ് കൺസേൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ഡിസ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് റേഞ്ച് ഓഫ് ഇമോഷൻസിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോകുന്നത് ആ വ്യക്തി. അപ്പോൾ ആങ്സൈറ്റി ആൻഡ് ഫിയർ മുതൽ അവിടെ തൊട്ട് ഗ്രീഫ് ആൻഡ് ഹോപ്പ്ലെസ്നെസ്സിലേക്ക് വരാം. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർത്ത് പറയാനുള്ളൊരു ഡിസാസ്റ്റർ നമ്മൾ വയനാട് പ്രദേശത്തുണ്ടായ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഒരുപാട് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിലൂടെ കടന്നു പോയവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക, അവർ താമസിച്ച വീട് നഷ്ടപ്പെടുക, ഒരുപാട് നഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു വളരെ വേദനയും വളരെ ഒരു ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മയിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരിലൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ടെമ്പറേച്ചർ റൈസ്, ഗ്ലോബൽ വാർമിംഗ്, സീ ലെവൽ റൈസ്, കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന കോസ്റ്റൽ കടൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമോ അല്ലെങ്കിൽ ഒരു ഫ്ലഡൊക്കെ വന്നാൽ അവരുടെ വീടെടുത്ത് പോവോ, ചിലപ്പോൾ സീവോളൊക്കെ ഇല്ലാതിരിക്കുന്ന ഇടങ്ങളിൽ അവിടെ ജീവിക്കുന്ന കടലിൻ്റെ തൊട്ട് അടുത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് എപ്പോഴും അവർക്കൊരു ഭീതി ഉള്ളിലുണ്ടാവും. പിന്നെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അപ്പോൾ ഇതൊക്കെ ഒരു വെതറിൻ്റെ എക്സ്ട്രീം വെതറൊക്കെ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ഡിസ്ട്രെസ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡിപ്രഷനായിട്ട്, ആങ്സൈറ്റി ആയിട്ട്, ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ ആയിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് എന്തുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഡിസ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ വൈ പീപ്പിൾ എക്സ്പീരിയൻസ് ദിസ് എന്ന് പറയാനാണെങ്കിൽ നമുക്കൊന്ന് ഒരു ഫാക്ടർ പറയാനായിട്ടുള്ള ഇൻക്രീസ്ഡ് അവെയർനെസ് അബൌട്ട് ക്ലൈമറ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ്. ഇപ്പം എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അവെയർനെസ്, ലൈക്ക് ഇപ്പം ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷനെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള ഒരു എൻവിറോൺമെൻറ്റൽ ഡീഗ്രേഡിയേഷനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവബോധം കൂടുതലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ട്രെസ് ഫീൽ ചെയ്യാം. സെൻസ് ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിൻ്റെ വ്യതിയാനങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് അൺഈസിനെസ്, ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഫിയർ അബൌട്ട് ഫ്യൂച്ചർ. പിന്നെ ഒരു ഫീലിംഗ് ഓഫ് പവർലെസ്നെസ് ഫീൽ ചെയ്യും. അതായത് നമുക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഇഷ്യൂസിൻ്റെ, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഒരു യു ഫീൽ വെരി അൺഷുവർ അബൌട്ട് ഹൗ ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓർ ഹൗ ടു മേക്ക് എ ചേഞ്ച് ഓൺ ഇറ്റ്. അപ്പോൾ അത് വളരെ ഒരു പവർലെസ്നെസ് ഫീൽ തരും, നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാം. പിന്നെ ഫ്യൂച്ചർ കൺസേൺസ് അബൌട്ട് നമ്മളുടെ പ്ലാനറ്റ്, ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഫ്യൂച്ചർ കൺസേൺസ്, ഫ്യൂച്ചർ ജനറേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പറയാനായിട്ടാണെങ്കിൽ ആങ്സൈറ്റി ആൻഡ് ഫിയർ ആൻഡ് വെറി, ഇതാണ് എക്സസീവ് ആയിട്ടുള്ളൊരു പേടിയും ഭയങ്കരമായിട്ടുള്ളൊരു ഉത്കണ്ഠ, ആശങ്കയാണ് ഇതിൽ കൂടുതലും. അതിൽ ഓവർവെൽഡ് ഫീലിംഗ് ഉണ്ടാവും അബൌട്ട് പ്ലാനറ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. പിന്നെ ഡിപ്രഷൻ ആൻഡ് ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യും അബൌട്ട് ദ ക്ലൈമറ്റ് ഇമ്പാക്ട്സ്, ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ ഗ്രീഫ് ആൻഡ് ലോസ്, നേരത്തെ പറഞ്ഞപോലെ നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമാകുമ്പോൾ, നമ്മളുടെ കുടുംബാംഗങ്ങളെ നഷ്ടമാകുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ നഷ്ടമാകുമ്പോൾ, നമ്മുടെ വീട്, കിടക്കുന്ന ഇടം, ഇതൊക്കെ ഒരു നമ്മുടെ സേഫ്, ഭയങ്കര യു ഫീൽ വെരി അൺസേഫ്, യു ഫീൽ വെരി ഇൻസെക്യൂർ, അതൊക്കെ നഷ്ടമാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക്
തലവേദന ഉണ്ടാവും, ഫെറ്റീഗ്നെസ്, എപ്പോഴും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും, ഇൻസോംനിയ, ഉറക്കക്കുറവുണ്ടാവും. ഇത് മാത്രമല്ല, ആൻസൈറ്റിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസും കാണിക്കാം. ലൈക്ക് ഇപ്പോൾ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, പാൽപിറ്റേഷൻ ആൻഡ് ട്രംബ്ലിങ്, സ്വെറ്റിംഗ് ഒക്കെ കാണിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ കോസൽ ഫാക്ടേഴ്സ്, വേറെ കുറച്ച് കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ടു മീഡിയ കവറേജ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ഡിസാസ്റ്റർ. നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ കാണുമ്പോഴേക്കും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ, ഡാമേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രെസ് ഫീൽ ചെയ്യും, ക്ലൈമറ്റ് ഡിസ്ട്രെസ്. പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണലി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ടു ദിസ് ഡിസാസ്റ്റർ ക്യാൻ evoke a climate distress. Environmental degradation like deforestation, pollution, biodiversity loss ഒക്കെ ഡയറക്റ്റ്ലി നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ഡിസ്ട്രെസ് സംഭവിക്കാം. കോമൺ ആയിട്ട് അതർ കോമൺ എക്സ്പീരിയൻസസ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്ത് ക്ലൈമറ്റ് ഡിസ്ട്രെസ് ഫിയർ അബൌട്ട് ഫ്യൂച്ചർ, പ്ലാനറ്റിനെ കുറിച്ചിട്ടുള്ള ഫിയർ. അതുപോലെ തന്നെ ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഷെയിം ഫീലിംഗ് ഉണ്ടാവും. കാർബൺ ഫുട് പ്രിൻറ്റ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് ജനറേഷനൊക്കെ നമ്മളുടെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ടു ദിസ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ, അപ്പോൾ അതും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ തോന്നിക്കും. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ഡിസ്ട്രെസ് എങ്ങനെ നമുക്കിത് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ കോപ്പ് ചെയ്യാം, അത്തരത്തിലുള്ള സ്ട്രാറ്റജീസിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് നമ്മളുടെ സൈക്കോതെറാപ്പി CBT തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ ചലഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് CBTയിലേക്ക്. പിന്നെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യാം. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ ഇൻക്ലൂഡ് ആവാം. അതായത് ഇത്തരത്തിലുള്ള സിമിലർ കൺസേൺസും സിമിലർ ഇഷ്യൂസും ഫേസ് ചെയ്യുന്നവരായിട്ട് കണക്റ്റിംഗ് വിത്ത് സച്ച് ഗ്രൂപ്പ്. ആൻഡ് അപ്പോൾ വി ഫീൽ വേരിയസ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, സെൻസ് ഓഫ് സപ്പോർട്ട് ഫീൽ ചെയ്യും. പിന്നെ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക, നമ്മൾ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, നമ്മളുടെ ഹോബീസ് പെർസ്യൂ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ക്ലൈമറ്റ് ആക്ടിവിസം, നമ്മളുടെ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസ്, അതിൽ കൂടുതലും ഇൻവോൾവ് ആവുക. അപ്പോൾ വി ഫീൽ ഒരു എംപവർമെൻറ്റ് ഫീൽ വരും, ഒരു സെൻസ് ഓഫ് കൺട്രോളൊക്കെ ഫീൽ ചെയ്യും. ആൻഡ് സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് ക്ലൈമറ്റ് കാര്യങ്ങൾ. പക്ഷേ അറ്റ് ദ സെയിം ടൈം സെറ്റിംഗ് ബൗണ്ടറീസ്, മീഡിയ കൺസ്യൂമിൽ ഒരു ലിമിറ്റേഷൻ വെക്കുക. എപ്പോഴും ഇങ്ങനെ സസ്റ്റൈനബിൾ ലിവിങ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതിലൊക്കെ എപ്പോഴും അതിലൊരു വളരെ അവെയറായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് കുറയും. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഇൻഡിവിജ്വൽ ആക്ഷൻസ്, ഇൻഡിവിജ്വൽ ചോയ്സസിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ ക്ലൈമറ്റ് ഡിസ്ട്രെസ്സിനെ കുറിച്ച് അക്നോളജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്നോളജ് ആൻഡ് ഓൾസോ അഡ്രസ്സിങ് അബൌട്ട് ക്ലൈമറ്റ് ഡിസ്ട്രെസ് is very important in order to build a very safe and resilient sustainable future. മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടിട്ട് സപ്പോർട്ടിങ് വൺ അനദർ ആൻഡ് ഒരു കളക്റ്റീവ് ആക്ഷനിൽ പാർട്ടാവുക. അപ്പോൾ വി ക്യാൻ ക്രിയേറ്റ് എ വെരി സേഫ് ആൻഡ് വെരി സസ്റ്റൈനബിൾ ഫ്യൂച്ചർ വേൾഡ്. താങ്ക് യു.